ഈ കാണുന്ന കാട് പിടിച്ച് കിടക്കുന്ന ഏരിയ ഇന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാണ് രാവിലെ തന്നെ. ഇത് മുഴുവനായി ക്ലീൻ ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല. എന്തായാലും തുടക്കം കുറിച്ചു. നല്ല വേസ്റ്റ് ഉണ്ട്, കുറേ പ്ലാസ്റ്റിക് ഉണ്ട്, കുറേ ബോട്ടിൽസ് കിട്ടി. ആ കാണുന്നത് മൊത്തം ഇതിന് മുന്നേ കൂട്ടി വെച്ച ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതെപ്പോഴോ കൂട്ടി വെച്ച തേങ്ങയൊക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഒരു തേങ്ങ തൈയായി മുളച്ചിട്ടൊക്കെ ഉണ്ട്, ആരും ശ്രദ്ധിക്കാറേ ഇല്ല. നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു പച്ചക്കറി കൃഷി സ്റ്റാർട്ട് ചെയ്യാം. ഫൈനലൈസ് ചെയ്തില്ല. പച്ചക്കറി ആണോ അല്ല മറ്റെന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് നോക്കാം. എന്തായാലും 30 വീഡിയോകളിലായിട്ട് ഇത് സെറ്റ് ചെയ്യും. പച്ചക്കറിയാണെങ്കിൽ പച്ചക്കറി അവസാനം വിളവെടുക്കുന്നത് വരെ ഉള്ള ഒരു വീഡിയോ സെഷനായിരിക്കും. ഇപ്പം നമുക്ക് നിലമൊരുക്കൽ വീഡിയോ ആയിട്ട് ഈ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. കുറേ കാട് ഇപ്പോൾ നമ്മൾ നീക്കി കഴിഞ്ഞു. രാവിലെ മുതൽ ഉച്ചവരെയുള്ളൊരു മെനക്കേടാണിത്. എന്നിട്ട് നമുക്ക് മുഴുവനായിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ആ കിണറിനപ്പുറം ആ ഒരു വശമൊക്കെ അടുത്ത വീഡിയോയിൽ ക്ലീൻ ചെയ്യുന്നത് സെഷൻ കാണിക്കാം. വെയിൽ അത്യാവശ്യം ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം പച്ചക്കറി കൃഷി ഏതാണ് ചെയ്യേണ്ടതൊക്കെ വരും വീഡിയോകളിൽ കാണാം. അതുപോലെ തന്നെ കുറേ ബോട്ടിൽസ്, അതുപോലെ കുറേ പ്ലാസ്റ്റിക്, പഴയ ഉപയോഗിക്കാതെ കിടന്ന കുറേ പ്ലാസ്റ്റിക് സാധനങ്ങൾ, അതുപോലെ മെറ്റൽസ്, പഴയ ഇരുമ്പ്, അങ്ങനെയുള്ള അലുമിനിയം പാത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ലാസ്റ്റ് ആക്രി ഒന്ന് കൊടുക്കാം. ആ സാധനങ്ങൾ വേസ്റ്റ്, ബാക്കി പ്ലാസ്റ്റിക് കവറൊക്കെ കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനയ്ക്ക് നമുക്ക് കൊടുത്തൊഴിവാക്കാം. ആക്രി വിറ്റ് എത്ര പൈസ കിട്ടുന്നൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ കാണാം. മണ്ണ് നല്ല മണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണൊക്കെയാണ്. വെയിലും അത്യാവശ്യം കിട്ടുന്നുണ്ട്. ആ ഒരു ഡയറക്ഷനിൽ വെയിൽ ഇത്തിരി കുറവാണ്, ആ ഒരു മൂലക്ക്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലീൻ ചെയ്യാം. അവിടെ ആ നീല ടാർപോളിനുള്ളത് പഴയ വിറകൊക്കെയാണ്. നല്ലൊരു ടാസ്ക്കാണ് അത് ക്ലീൻ ചെയ്യാറ്. കുറേ താളൊക്കെ അവിടെയുണ്ട്. താള് ഇടയ്ക്കൊക്കെ കറി വെക്കാറുണ്ട്. സാമ്പാറിൽ കഷ്ണമൊക്കെ ആയിട്ട് അതിൻ്റെ കൈകളൊക്കെ ഇടാറുണ്ട്. പക്ഷെ നമ്മൾ ഇനി അതൊന്നും വെച്ച് നിൽക്കില്ല. എല്ലാം കളഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കൃഷി തുടങ്ങും. ഇവിടെ തെർമോക്കോളാണത്. കുറേ തെർമോക്കോൾ കിട്ടി. സ്റ്റാർട്ടിങ്ങിലുള്ള ആ തെർമോക്കോളൊക്കെ എടുക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം അത്യാവശ്യ സ്ഥലം ഇവിടെ കാണുന്നുണ്ട്.
ഈ കാണുന്നതും ഈ ഒരു പ്ലാസ്റ്റിക് പൊതിഞ്ഞ് കിടക്കുന്നതും പഴയ വിറകാണ്. ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് മാറ്റണം. കുറച്ച് ഏരിയ നമുക്കിത് കിട്ടും. പച്ചക്കറി കൃഷി അല്ലെങ്കിൽ നമുക്ക് വാഴ കൃഷി, അതും നല്ലൊരു ഓപ്ഷനാണ്. ഒരു 10 വാഴയെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. അടുത്തടുത്ത വീഡിയോകളിലായി നമുക്കത് സെറ്റ് ചെയ്യാം. ഇന്ന് നമുക്ക് നിലമൊരുക്കൽ വീഡിയോ, ഫസ്റ്റ് വീഡിയോ. വാഴയുടെ ഒരു പ്രശ്നം ഇലപ്പള്ളി രോഗം, അതുപോലെ തണ്ട് തിറക്കുന്ന പുഴു, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഉണ്ട്. നമുക്കതിനൊക്കെ ഒരു പ്രതിരോധം തീർത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇത്രയൊക്കെ വേസ്റ്റ് കിട്ടി. ഈ ഒരു ഏരിയ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം എന്ത് കൃഷിയാണ് നമുക്കിവിടെ പറ്റുന്നത്.